1 ലിറ്റർ എഞ്ചിൻ, അതിൽ ഫുൾ ഫാമിലിയൊക്കെ ഒരു ലോങ് ഡ്രൈവ് മലയൊക്കെ കയറിപ്പോയി തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉള്ളതുകൊണ്ട് ഇപ്പോഴും പലരും വണ്ടി ബുക്ക് ചെയ്യാതിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ചോദ്യത്തിനൊരു ഉത്തരവുമായി ഇന്ന് കൊച്ചിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കൊരു യാത്രയിലാണ് ഞങ്ങൾ. അങ്ങനെ കൊച്ചിയിലെ തിരക്കിൽ നിന്നൊക്കെ മാറി നമ്മളിപ്പം അതിരപ്പള്ളിയിൽ നല്ല തിരക്കൊക്കെ കുറഞ്ഞ് നാട്ടുവഴിയിലെത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ആരുടെ കൂടെ പോകുന്നതെന്നറിയോ? നമ്മുടെ പുതിയ സ്കോഡ കുഷാക്കിനൊപ്പം. സോ ലെറ്റ്സ് സീറ്റ്സ് ദ റോഡ് വിത്ത് ന്യൂ സ്കോഡ കുഷാക്ക്. സ്കോഡ ഒരു 5 months ബാക്കാണ് ശരിക്കും കുഷാക്കിൻ്റെ ഈ ഫേസ് ലിഫ്റ്റ് മോഡൽ കൊണ്ടുവന്നത്. അതും ഒഫീഷ്യൽ ലോഞ്ച് നടത്തിയത് നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലാണ്. സാധാരണയായി എല്ലാ ബ്രാൻഡുകളും അവരുടെ ഒഫീഷ്യൽ ലോഞ്ചുകളെല്ലാം തന്നെ നടത്തുന്നത് ഡൽഹിയിലോ അല്ലെങ്കിൽ മുംബൈയിലോ ഒക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും സ്കോഡ ഈ ഒരു ലോഞ്ച് കേരളത്തിൽ അതും കൊച്ചിയിൽ കൊണ്ടുവന്ന് നടത്തിയേ എന്നുള്ളതിന് ഒരു ഉത്തരവുണ്ട്. അത് ഞാൻ അവസാനം പറഞ്ഞുതരാം. നമ്മളിന്ന് വന്ന റോഡ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഫുള്ള് വളവും തിരിവും മാത്രമുള്ള റോഡുകളാണ്. പക്ഷേ എവിടെയും എനിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇഷ്യൂസ് ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല. നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് എന്താണേലും. അപ്പോൾ നമ്മുടെ എന്താണേലും ഇവിടെയുള്ള റൂറൽ ഏരിയാസിലേക്കൊക്കെ പറ്റിയ ഒരു വെഹിക്കിൾ തന്നെയാണ്. കാരണം നമ്മളെപ്പോഴും വണ്ടികൾ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങളോട് റിവ്യൂ പറയാറുള്ളത് സിറ്റിയിലെ കുറച്ച് റോഡുകളിലും മാത്രമാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ദൂരം വന്നു, ഫുള്ള് അത്രയും നല്ല കേവാണ്. ആ കേവിലൊന്നും ഒരു ബാലൻസിങ് കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും സ്കോഡ ഒരു വിട്ടുവീഴ്ചയും ഈ വണ്ടിയുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 8 സ്പീഡ് ഗിയർ ബോക്സ് കൊണ്ടുവന്നിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ എഫിഷ്യൻസി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലോങ് സ്ട്രെച്ചിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പം നമ്മൾ തന്നെ ശരിക്കും നാഷണൽ ഹൈവേ പാസ് ചെയ്ത് വന്ന സമയത്ത് മൈലേജിൽ നല്ല വേരിയേഷനുണ്ട് പഴയ കുഷാക്കിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ കമ്പനി അവകാശപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 19.8 ഒക്കെയാണ്. എന്താണെങ്കിലും വലിയ കുഴപ്പമില്ലാതെ നിയർ അബൌട്ടായിട്ട് തന്നെ നമുക്കിപ്പോൾ എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാനതിപ്പോൾ എടുത്ത് ഇത്ര കിട്ടും എന്ന് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡ്രൈവിംഗ് ഹാബിറ്റിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ആ ടെസ്റ്റ് ചെയ്യുന്നത് റെക്കോർഡും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇത്ര കിട്ടുമെന്ന് പറയാത്തത്. പക്ഷേ കമ്പനി അവകാശപ്പെടുന്നത് 19.8 ആണ്. ഇപ്പം നമ്മൾ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു എസ് കർവാണ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയുടെ ഒരു മൂവ്മെൻറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും പ്യൂർ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നല്ല ഒരു ഹാൻഡ്ലിങ്ങിലാണ് വണ്ടി നിൽക്കുന്നത്. ഇപ്പം നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫോൾസൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാടിൻ്റെ നല്ല നടുക്കിലേക്ക് എത്തി. ഇവിടത്തെ 1 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമൽ ക്രോസിങ്ങിൻ്റെ പല സൈൻ ബോർഡ്സും നമുക്ക് ഇവിടെ മൊത്തം കാണാൻ പറ്റും. ഇപ്പം ഞാൻ നേരത്തെ കുഷാക്കായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്ലോ സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ജെർക്കിങ് ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പം പുതിയ ഈ ഒരു അപ്ഡേഷൻസിൽ വന്നപ്പോൾ 8 സ്പീഡായി മാറിയപ്പം ആ ഒരു ട്രാൻസ്മിഷനിലൊക്കെ നല്ല സ്മൂത്ത് ട്രാൻസ്മിഷനായി. ആ ഒരു പേരുദോഷമൊക്കെ ഇപ്പം സ്കോഡ ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഈ കൊടും കാടിലെത്തിയ സമയത്ത് ഈ കാടിൻ്റെ ഒരു ബ്യൂട്ടി അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പഴയ കുഷാക്കിൽ നിന്നും പുതിയ ഇതിലേക്ക് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എസ്തറ്റിക് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? പാനറമിക് സൺറൂഫ്. കൊച്ചിയിൽ നിന്നുള്ള പൊല്യൂട്ടഡ് എയറൊക്കെ മാറി ഇവിടുന്ന് നല്ലൊരു ഫ്രഷ് എയറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണത്തെ ഈ ഒരു അപ്ഡേഷൻ ഒരു നല്ലൊരു ചേഞ്ചാണ്. കാരണം ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളൊരു ഏത് റേഞ്ചിലുള്ളൊരു വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പം അത്യാവശ്യം എല്ലാ വണ്ടികളിലും കൊടുക്കുന്ന ഒരു അപ്ഡേഷനാണ് ഈ സൺറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ഇത് ഇന്ത്യയിൽ അത്രത്തോളം ആവശ്യമില്ല, പുറത്തെ കൺട്രീസിലൊക്കെയാണ് ആവശ്യമെങ്കിൽ പോലും. പക്ഷെ ഇപ്പം ഇത് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പുറത്ത് പോകുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ നല്ല രീതിയിൽ കൊടുത്തു. കാരണം നേരത്തെ ഇത് ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ സൈസ് വളരെ ചെറുതായിരുന്നു. അപ്പോൾ ഇപ്പം ഈ ഒരു അപ്ഡേഷൻ ചെയ്തത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ട് ഇപ്പം കുഷാക്ക് ഇത്രയും നാൾ ഒരു 5-6 മാസം ആകാറായി അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും നാൾ വേറെ ഫീച്ചർ റിവ്യൂസോ കാര്യങ്ങളൊന്നും പറയാതെ ഇങ്ങനെ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം നമ്മൾ എത്രമാത്രം ഓഫ് റോഡ് വഴി അല്ലെങ്കിൽ ഉള്ളിൽ കാട്ടിലേക്ക് കൂടിയൊക്കെ വന്നു കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ആ 1 ലിറ്റർ TSI എൻജിൻ അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ ശരിക്കും റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കണമായിരുന്നു. അതിനാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി കുഷാക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിരിക്കും.
ഇപ്പം നമ്മൾ ശരിക്കും ഭയങ്കര ഉള്ളിലേക്കുള്ള ഒരു വഴിയിൽ കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടും ഒരു കാട്ടുവഴിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാട്ടുവഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡൊന്നും ആയിരിക്കില്ല, പണ്ടെപ്പോഴും ഉണ്ടാക്കിയ റോഡാണ്, ഫുള്ളി പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുകയാണ്, പല സ്ഥലത്തും വലിയ കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടി തട്ടുവോ അങ്ങനെയുള്ള പേടികളൊന്നും ആവശ്യമില്ല. കൂടാതെ സസ്പെൻഷനും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വഴിയിൽ വന്നതിന് ശേഷമുള്ളത്. ഇന്ന് നമ്മൾ വന്ന ഈ റൂട്ടിന് ഭയങ്കര പ്രത്യേകതകളുണ്ട് കേട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, കാർഷിക വിഭവങ്ങളുടെ ഒരു കലവറ പോലെ എനിക്ക് തോന്നിയൊരു സ്ഥലമാണിത്. കാരണം ഇത് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, നിറയെ റംബൂട്ടാനുണ്ട്, പിന്നെ നമ്മുടെ ജാതിക്കയുണ്ട്, ഇപ്പോൾ എൻ്റെ ബാക്കിലാണെങ്കിൽ ഇരുമ്പമ്പുളിയുണ്ട്, ഇപ്പുറത്തേക്ക് നോക്കിയാൽ പപ്പായ, എന്താ പറയുക, ഒരുപാട് കാർഷിക വിഭവങ്ങൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് പേരറിയാത്ത കുറേ ഫ്രൂട്ടൊക്കെ ഞാൻ വരുന്ന വഴിയിലൊക്കെ കണ്ടു കേട്ടോ. അപ്പം എന്തുകൊണ്ടും മനസ്സ് നിറഞ്ഞൊരു യാത്രയായിരുന്നു ഇത്. നമ്മൾ പറയില്ലേ ഭയങ്കര വിഭവസമൃദ്ധമായ എന്നൊക്കെ പറയുന്നത് പോലെ മനസ്സ് നിറഞ്ഞ ഒരു യാത്ര. വണ്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് സ്ട്രെസ് ഫ്രീ ആയിട്ടൊരു റൂട്ടിലേക്കൊക്കെ വന്ന് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡെയിലി പർപ്പസിനാണെങ്കിലും ശരി, അല്ലെ വീക്കെൻഡിലൊരു ഫാമിലി ആയിട്ടൊക്കെ നമുക്കൊരു എസ്കേപ്പ് പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെഹിക്കിൾ തന്നെയാണ് സ്കോഡ കുഷാക്. കാരണം ആ കാര്യത്തിലൊന്നും വേറെ വ്യത്യാസങ്ങളില്ല. ഇപ്പം ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പറ്റേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചോയ്സ് കൺസിഡർ ചെയ്ത് ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പം സ്കോഡ കുഷാക്ക് ഈ ഫേസ് ലിഫ്റ്റ് മോഡൽ. ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നതാണ് EVM സ്കോഡയുടെ കൊച്ചി ഷോറൂം. അവരുടെ ഹെഡ് ഓഫീസാണിത്. നമ്മൾ ഇവിടെ നിന്നാണ് വണ്ടി എടുത്തിരിക്കുന്നത്. ഒരു 5-6 വർഷം മുന്നേ വരെ കേരളത്തിലാണ് സ്കോഡ ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തൊരു മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡീലർഷിപ്പുകൾ വന്നു, അവരുടെ സെയിൽസ് ആൻഡ് സർവീസുകൾ ക്ലോസ് ആയി. ഫൈനലി സ്കോഡ ഇന്ത്യ ഒരു സ്ട്രഗിൾ പീരീഡിൽ നിൽക്കുമ്പോഴാണ് EVM സ്കോഡ നമ്മളുടെ കേരളത്തിൽ സ്കോഡയുടെ ഡീലർഷിപ്പ് എടുത്തത്. അപ്പം അതിനുശേഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കുറേ അധികം അവരുടെ അച്ചീവ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. അതിലൊന്നാണ് നമ്മളുടെ ഈ കൈലാക്കൊക്കെ എന്ന് വെച്ചാൽ ആദ്യത്തെ 1000 വണ്ടി വിറ്റിരിക്കുന്നത് കേരള മാർക്കറ്റിലാണ്. അങ്ങനെ ഒരുപാട് സ്കോഡ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ കേരള മാർക്കറ്റ് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്, സ്കോഡ കുഷാക്കിൻ്റെ ലോഞ്ച് നടത്തിയിരുന്നത് കൊച്ചിയിലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ സ്കോഡ ഇന്ത്യ ഇന്ന് വളരെ പൊട്ടൻഷ്യലോടുകൂടെ നോക്കിക്കാണുന്ന ഒരു മാർക്കറ്റാണ് കേരള മാർക്കറ്റ്. അവരതേപോലെ മുന്നോട്ടേക്ക് ബൂം ചെയ്ത് വന്നുകൊണ്ടും ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതേപോലെയുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള കാര്യങ്ങളും പുതിയ ആക്ടിവിറ്റീസും ഇനി ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കേരള മാർക്കറ്റിൽ സ്കോഡ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായി തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ EVM സ്കോഡയിലെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം, ഇങ്ങനെയുള്ള ലോങ് റൂട്ടിലൊക്കെ പോയി ഒരു ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുക്കണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു തരും.